ഞാൻ ക്ലിനിക്കിൽ നിന്ന് വന്നു. ക്ലിനിക്കിൽ വന്നിട്ട് പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ. എന്നും സ്കൂളിലൊരു പാട്ടാണ് പഠിപ്പിക്കുക എന്ന് പറയുക. എന്താ ഇന്ന് എക്സാം അല്ലായിരുന്നു, എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ വെറുതെ പറയാം. ജനഗണമന ചൊല്ലിപ്പിച്ചു, 2 പറഞ്ഞു, 3 പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. പിന്നെ അവസാനം മോള് പറഞ്ഞു സാധനങ്ങളൊന്നുമില്ല, നമുക്കൊന്ന് ഡിമാർട്ട് പോയി വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഉണ്ടോ ചോദിച്ചപ്പോൾ അമ്മ പോന്നോളൂ, അല്ലെങ്കിൽ ഇനി അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ അമ്മ തന്നെ മേടിച്ചോളൂ, അമ്മയ്ക്ക് വേണ്ട എന്തൊക്കെ പറഞ്ഞിട്ട് അവൾ ഇനിയും കൊണ്ടുപോയിട്ടോ. അപ്പോൾ ഞാൻ വാതിലൊക്കെ പൂട്ടി. അപ്പോൾ ആൾക്ക് ചെരുപ്പിടാൻ ഭയങ്കര മടിയാണ്. ചെരുപ്പ് അമ്മമ്മ കൈ പിടിച്ചോളൂ പറഞ്ഞിട്ട് ചെരുപ്പ് എൻ്റെ കൈ തന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ താഴത്തേക്ക് പോയി. താഴെ വേറൊരു ഗേറ്റും കൂടി ഉണ്ട്, ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് തുറന്നു. പിന്നെ താഴത്തേക്ക് പോയിട്ടോ. പിന്നെ അത് ഉണ്ണിയപ്പോഴേക്കും കാറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാറിലാണ് പോയത്. കാറിൽ കയറി പിന്നെ ഇങ്ങനെ പോകുമ്പോഴത്തെ കാഴ്ചകളാട്ടത്. ബാംഗ്ലൂരാണല്ലോ, പിന്നെ നിറയെ കടകളും, രാത്രിയാണല്ലോ ഭയങ്കര തിരക്ക്, ട്രാഫിക്കും ഭയങ്കര തിരക്കാണ്. പിന്നെ എല്ലാ കടകളും തുറന്നിരിക്കുകയല്ലേ. ഞാൻ പ്രത്യേകത കണ്ടത് നമ്മൾ ഈ കടകളൊക്കെ കത്തിക്കും മലയാളി കടകളാട്ടോ. പിന്നെ ഇദ്ദേഹം കാറിൽ അങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസ്, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒരു നിമിഷം ഒതുങ്ങിയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ കടയിലേക്ക് നോക്കുക, അപ്പോൾ കടയിൽ അതുണ്ടച്ചാൽ അത് മേടിച്ചു അല്ലെങ്കിൽ ചെരുപ്പ് കട കണ്ടച്ചാൽ ചെരുപ്പ് മേടിച്ചു ഉടുപ്പ് കണ്ടച്ചാൽ അത് മേടിച്ചു അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കാറിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കില്ല. ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ ഒരു ഭാഗം മുഴുവൻ അങ്ങോട്ട് വേദന തുടങ്ങും കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി. ഞങ്ങൾ ഡിമാർട്ട് അവിടെ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോവട്ടെ. എത്തിയിട്ട് അവളിങ്ങനെ പറയണം അങ്ങനെ അത് മേടിക്കണം, ഇത് മേടിക്കണം, മറ്റത് മേടിക്കണം, ചാടി ചാടി ഒരു നിമിഷം ഇതില്ല. പിന്നെ ലിഫ്റ്റിലാണ് പോവുക. ലിഫ്റ്റിൽ കയറുമ്പോൾ അവൾ തന്നെ അത് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ അതിന് ഭയങ്കര വാശിയാണ്. ഞാൻ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ തന്നെ ഓൺ ചെയ്യണം. പിന്നെ കടയിലെത്തി. പിന്നെ മോള് പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടതൊക്കെ അമ്മ എടുത്തോളൂ കേട്ടോ, അമ്മയ്ക്ക് വേണ്ടത്. പിന്നെ അവളാണെങ്കിൽ ആ ഒരു സാധനങ്ങളൊക്കെയാണ് ഒരു ഇത് മാതിരി ഉണ്ട്, കൂട് മാതിരി ഉണ്ട്, അതിനുള്ളിൽ കയറിയിരിക്കും. പിന്നെ അമ്മയ്ക്ക് വേണ്ടതൊക്കെ എടുത്തോളൂ പറഞ്ഞു. പയ്ക്ക് വേണ്ടതൊക്കെ നമ്മൾ നാട്ടിലെ മാതിരി എന്തെങ്കിലുമൊക്കെ റസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഈ സാധനം നല്ല ടേസ്റ്റായിട്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും വാങ്ങി. പിന്നെയും ചോദിച്ചു എന്തെങ്കിലുമൊക്കെ വാങ്ങുക വെച്ചാൽ ഇനി എന്താ വാങ്ങിക്കണം. എന്നാലും അവളുണ്ടല്ലോ, അവൾക്ക് ആ കടയിൽ മുഴുവൻ കണ്ടത് മുഴുവൻ വേണം. എല്ലാ മിഠായികളായാലും എന്തൊക്കെയോ സാധനങ്ങൾ അവൾക്ക് കളിക്കേണ്ട സാധനമായാലും ഒക്കെ അതിൽ പറക്കിയിടും കേട്ടോ. പറക്കിയിട്ട് പിന്നെ അവസാനം ഉണ്ണി ബില്ലടിക്കാൻ പോകുമ്പോൾ ഉണ്ണി അതൊക്കെ മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ കടയിൽ നിന്ന് പോകുമ്പോൾ അവൾ അങ്ങോട്ട് തിരിഞ്ഞ് അതൊക്കെ എടുത്ത് വയ്ക്കും. ബിസ്ക്കറ്റ്, മിഠായി, ആ സാധനങ്ങളൊക്കെ കുറേ പറക്കിയിടും. പക്ഷെ ഉണ്ണി അതൊന്നും സമ്മതിക്കില്ല കേട്ടോ. ഉണ്ണി അതൊന്നും കൊടുക്കാൻ സമ്മതിക്കില്ല. എന്നൊക്കെ അതിൽ പറക്കിയിട്ട് പിന്നെ ഞങ്ങൾ ബില്ലാക്കാൻ നിൽക്കുക കേട്ടോ. അവിടെ ബില്ലാക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്. ബില്ലാക്കണോടത്ത് കുറേ കൗണ്ടറുകളുണ്ട് ബില്ലാക്കാൻ, പക്ഷെ എന്നാലും ഭയങ്കര തിരക്കാണ്. ഞങ്ങളുടെ ബില്ലാക്കാൻ ഇങ്ങനെ കാത്തു നിന്നിട്ട് പിന്നെ ഉണ്ണി വന്ന് പറഞ്ഞു അപ്പുറത്തൊരു കൗണ്ടറിൽ തിരക്ക് കുറവാണ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടേക്ക് പോകട്ടോ. അവിടെ പോയിട്ട് ബില്ലാക്കിയിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് കിടന്നു. പുറത്തേക്ക് കിടന്നിട്ട് പുറത്തേക്ക് കിടക്കുമ്പോഴും ഒരു ചെക്കിങ് ഉണ്ട് കേട്ടോ. അവിടെയും തിരക്ക്.